നമ്മളിന്ന് കളിച്ച് നോക്കാൻ പോണത് മൈൻക്രാഫ്റ്റ് എന്ന് പറഞ്ഞ ഗെയിമാണ്. ഇത് വേൾഡിൽ തന്നെ നമ്പർ 1 ഗെയിം എന്നാണ് പറയാം. ഒരുപാട് ആൾക്കാർ ഇതിൽ കളിക്കുന്നുണ്ട്. അതിൽ കേരളത്തിൽ തന്നെ ഒരുപാട് ആൾക്കാരുണ്ട്. അതിൽ തന്നെ ഒരു മല്ലു അരീന ഗെയിമിംഗ് എന്ന് പറഞ്ഞ ഒരു ചാനലുണ്ട്. അതിൽ തന്നെ ഒരാൾ ഉണ്ടാക്കിയിരിക്കുന്ന സെർവറാണ് ഈ ഒരു ഞാനിപ്പോൾ കയറിയിരിക്കുന്നത്. ഇതിൽ മൊത്തം കളിക്കുന്ന ആൾക്കാരും മലയാളീസാണ് മൊത്തം. അതിൽ ഈ സൈഡിൽ കാണാൻ പറ്റും 5 പേര് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ ഗെയിമിലെ പേര് രമണൻ എന്നാണ്. അപ്പോൾ ഞാനിത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഏകദേശം 5 ദിവസം പ്ലേ ടൈം 5 ദിവസമുണ്ട്. ഏകദേശം ഒരു 1.5 ആഴ്ചയായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ഗെയിം എങ്ങനെ കളിക്കണേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗെയിമിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സർവൈവൽ ഗെയിമാണ്. അതായത് ഒരു റാൻഡമായിട്ടുള്ളൊരു സ്ഥലത്ത് നിന്ന് ചാടും നമ്മൾ. ഇതാണോ, അതായത് ഗെയിം കളിക്കുമ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഞാനിപ്പോൾ ഇതൊരു വലിയൊരു വേൾഡാണ്. നമ്മുടെ ഒരു ഭൂമിയൊക്കെ പോലെ തന്നെ വലിയൊരു വേൾഡാണ്. ഇതിൽ മരങ്ങളും നമ്മുടെ ഡേർട്ടും എല്ലാ സാധനങ്ങളും ഉണ്ട്. മലയാളത്തിൽ പറയുകയാണെങ്കിൽ കല്ലും ചെളിയും എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇത് മണലാണ്. അപ്പോൾ നമ്മൾ റാൻഡായിട്ടുള്ള സ്ഥലത്ത് നിന്നു. ഇപ്പം നൈറ്റായി, രാത്രിയായി കാണാൻ സാധിക്കും. നമ്മളിങ്ങനെ നൈറ്റ് അധികം ഇറങ്ങി നടക്കാൻ പറ്റത്തില്ല. നമ്മൾ ഈ താഴെ കൂടെ കാണുന്ന ലവിൻ്റെ ചെയ്യുന്ന കണ്ടില്ല, അതാണ് നമ്മുടെ ലൈഫ്. അതിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്ന നമ്മുടെ ഫുഡ് കഴിക്കാറായതാണ് ഒരു സിമ്പിളാണ് കാണിക്കുന്നത്, റൈറ്റ് സൈഡിൽ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ വേൾഡിൽ നമ്മൾ സർവൈവ് ചെയ്യണം. അതായത് നൈറ്റൊക്കെ കഴിക്കുമ്പോഴത്തേക്കും സോംബീസ്, അതുപോലെ തന്നെ ഓരോ വികൃതമായ ജീവികൾ വരും. അപ്പോൾ അതിനൊക്കെ നമ്മൾ അറ്റാക്ക് ചെയ്യും. അപ്പോൾ നമ്മൾ ഒന്നെങ്കിൽ അറ്റാക്ക് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ഓടി രക്ഷപ്പെടണം, അല്ലെങ്കിൽ നമ്മളൊരു വീടച്ച് അതിനകത്ത് കയറിയിരിക്കണം. ഇതേ വരുന്നതാണ് സോംബീസാണത്. അതിന് അറ്റാക്ക് ചെയ്യാനൊന്നും ഇല്ല, അതുകൊണ്ട് നമ്മൾ ഓടുക എന്നുള്ളൊരു മാത്രമേ പറ്റത്തുള്ളൂ. അറ്റാക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഈ ഡേർട്ട് മാത്രമേ ഉള്ളൂ അതിൽ. ഓരോ പറഞ്ഞു തരാം ഇപ്പം. അതായത് എവിടെ നോക്കിയാലും സോംബീസ് ആണല്ലോ. സ്കെൽട്ടൺ, എൻ്റെ മോനെ സ്കെൽട്ടൺസ് ഓടി തള്ളാന്നല്ലാണ്ട് വേറെ വഴിയൊന്നുമില്ല. നമ്മൾ അറ്റാക്ക് ചെയ്യാനായിട്ട് നമ്മുടെ കയ്യിൽ കൈ വെച്ചടിച്ചാലും അധികം ചാവൂല അവന്മാർ. നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ പകൽ വരെ എങ്ങനെയും ജീവിച്ചിരിക്കുക, മരിക്കാതിരിക്കുക. നമുക്ക് നൈസായിട്ട് ഇതും വുഡ് ആദ്യം എടുക്കണം. 2 വുഡ് എടുത്തതിന് ശേഷം നമ്മൾ ഈ വുഡ് നമ്മൾ പ്ലാങ്ക് ആക്കും. ഇത് പ്ലാങ്ക് എടുക്കുക. എന്നിട്ട് അതിനകത്ത് നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ആ ടേബിൾ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും നമുക്കറിയാം. ഈ ടേബിൾ ചുമ്മാ ഇവിടെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആ ടേബിൾ വെച്ചിട്ട് നമുക്ക് പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതായത് ഇപ്പം അതിനകത്ത് വെപ്പൺസൊക്കെ ഉണ്ട്. വെപ്പണിനകത്ത് നമുക്ക് വാൾ എടുക്കണമെങ്കിൽ ഈ സ്റ്റോൺ വേണം, പിന്നെ കോലും വേണം. ഈ കോല എങ്ങനെ ഉണ്ടാക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നൈസായിട്ട് ഈ വുഡ് പറയണ മനസ്സിലാവുണ്ടാവും. ഇതെടുക്കുക, ഇതിനകത്ത് പ്ലാങ്ക് എടുക്കുക. ഈ ഒരു നമ്മൾ തടി വെച്ചിട്ടാണ് ഈ പ്ലാങ്ക് ഉണ്ടാക്കുന്നത്. പ്ലാങ്ക് എടുക്കുക. പ്ലാങ്ക് എടുത്തതിന് ശേഷം ഉണ്ടോ ഈ ഒരു 2 പ്ലാങ്ക് അടുപ്പിച്ച് വയ്ക്കുമ്പോൾ അത് സ്റ്റിക്കായി മാറും. ആ സ്റ്റിക്ക് എടുക്കുക. ഇനിയിപ്പോൾ സ്റ്റിക്ക് നമ്മൾ തടിയും കൊണ്ടുള്ള വെപ്പൺസൊക്കെ നമുക്ക് കിട്ടും. ഇങ്ങനെ ഉണ്ടോ, ഈ തടിയും കൊണ്ടുള്ള വെപ്പൺസ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ അവരെ നമ്മൾ അറ്റാക്ക് ചെയ്യുമ്പോഴത്തേക്കും പെട്ടെന്ന് അവർ ചാകുന്നില്ല. അപ്പോൾ അത് ടൈം എടുക്കും. നമുക്ക് ആരെങ്കിലും വരുന്നുണ്ടോ? ഇപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാൻ സമയമായി. താഴെ നമുക്ക് കാണാൻ പറ്റും ഒരു കുറഞ്ഞുകൊണ്ടിരിക്കുക ഫുഡിൻ്റെ ഒരു. ഇപ്പോൾ നമ്മൾ നൈസായിട്ട് കോഴിനെ തല്ലിക്കൊന്ന് അവിടെ എവിടെ പോകും ഓടല്ലേ. അപ്പോൾ ഫുഡ് കിട്ടി നമുക്ക്. ഒരു താഴെ ചാബി കാണാം, അടിപൊളി. അതിനൊന്നും അറ്റാക്ക് ചെയ്യാനുള്ള സമയമില്ല മോനെ, ചതവ് തന്നെ. അത് നമ്മൾ പോയി ഫുഡ് കഴിക്കണം. നൈസായിട്ട് ചിക്കൻ എന്താ പറയുക, വെന്തിട്ടില്ല, പച്ചിറച്ചിയാണ് കഴിച്ചത്. അതുകൊണ്ട് നമുക്ക് താഴെ പച്ച കളറിൽ കാണാൻ പറ്റും. അത് നിങ്ങൾക്ക് വഴിയെ മനസ്സിലാവും. ഈ ഗെയിമിനെ കുറിച്ചുള്ളൊരു ഐഡിയ കുറച്ച് മനസ്സിലാവും. ഞാനിപ്പം ഇവിടുന്ന് ഇപ്പം എങ്ങനെ രക്ഷപ്പെടണം? ഇതൊക്കെ നമുക്ക് പൊട്ടിച്ചെടുക്കാനായിട്ട് നല്ല ടൈം എടുക്കും. കാരണം നമുക്ക് കൈ കൊണ്ടാണ് ഇത് അടിച്ചു പൊട്ടിക്കണേ. അതിനൊക്കെ നമ്മൾ വെപ്പൻസ് ഉപയോഗിക്കാം. ഭയങ്കര രസമായി ഗെയിം കളിക്കുമ്പോഴത്തേക്കും. കുറച്ച് കഴിയുമ്പോഴത്തേക്കും മനസ്സിലാവും പുള്ളിയോടെ എപ്പം ഉണ്ട്. നൈസായിട്ട് എവിടെന്നെങ്കിലും മുങ്ങാം. ആദ്യം കുറച്ച് ഫുഡ് കഴിക്കണം. ടേബിൾ എപ്പോഴാണല്ലോ 2-3 തടിയും കൂടെ ഇടണം.
അപ്പോൾ നമുക്ക് വുഡ് കിട്ടി. വുഡിനകത്ത് നിന്ന് പ്ലാങ്ക് എടുക്കുക. പ്ലാങ്ക് ഫുള്ളായിട്ട് എടുത്തിട്ട് ഒരു സ്റ്റവ് എടുക്കുക. ആരോ വന്നിട്ടുണ്ട്, സോംബി എന്ന് തോന്നുന്നു. പണി പാളി മോനെ. ഓക്കെ, ഇത് നമ്മൾ ആ ഒരു സോംബിനെ കൊന്നു കഴിയുമ്പോഴത്തേക്കും അന്ന് കിട്ടിയാണത്. ഇത് വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഓക്കെ, കൂട്ടത്തോടെ വരാണ്ടിരുന്നാൽ മതി. ഇതൊക്കെ ഫുഡാണ്. നമ്മൾ വേൾഡിൽ എന്താ ഇതൊന്നും കഴിക്കാം. ചെറിയ പകലൊന്നായാലും കുറച്ച് ആശ്വാസമായിരുന്നു. ആയാലും പട്ടീനെയും പന്നിനെയും കിട്ടുമായിരുന്നെങ്കിൽ കൊന്നു തന്നെയായിരുന്നു. ഈ ടേബിൾ ഇടുക. നമുക്കിവിടെ മരം വെട്ടാനായിട്ട് ആക്സ് ഉണ്ട്. ആക്സ് എടുത്തിട്ട് നൈസായിട്ട് ആക്സും കൊണ്ട് വെട്ടി കഴിയുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് നമുക്ക് വെട്ടാൻ പറ്റും. അപ്പോൾ 2 വുഡ് കിട്ടി. വുഡ് അവിടെ വുഡ് കിട്ടിയിട്ടുണ്ട്. വുഡും കൊണ്ട് നമുക്ക് അതിനകത്ത് ക്രാഫ്റ്റ് ചെയ്യാം ഓരോ സാധനങ്ങൾ. നമുക്കിപ്പം മെയിനായിട്ട് ഇനി നമുക്ക് പിക്കാസ് ഓർമ്മ ഉണ്ടാക്കണം. അതിന് വേണ്ടി പിക്കാസ് ഓർമ്മ നമുക്ക് സ്റ്റോണാണ് കേട്ടോ. മഴയുടെ സൗണ്ട് കാരണം കേൾക്കത്തില്ല. നമുക്കത് വെച്ചിട്ട് ആ സ്റ്റോൺ വെച്ചിട്ട് നമുക്ക് പിക്കാസും എന്താ പറയുക ഇത് ഷവലാണ്. ഇത് വെച്ചിട്ട് നമ്മൾ എടുത്ത് കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ നമുക്ക് ഡയറക്റ്റൊക്കെ പൊട്ടിച്ചെടുക്കാൻ പറ്റും. ഇമാരിങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും.